ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് മൈ ലൈഫ് അപ്ഡേറ്റ്സ്. അപ്പോൾ തിന്നുറങ്ങാന്ന് മാത്രം ചിന്തയുള്ള പോരാളി ഇന്ന് വീട്ടിലെ നോമ്പറക്കുള്ള കാര്യങ്ങളെല്ലാം ഒറ്റയ്ക്ക് ചെയ്തു. കാരണം ഇന്ന് ഈദ് ഷോപ്പിംഗ് ഉണ്ട്. ഇൻ കേസ് ചക്ക വെട്ടി മൊയിൽ വീണെന്ന് പറഞ്ഞ പോലെ 5-10 രൂപ എനിക്ക് എക്സ്ട്രാ കിട്ടിയ വലിയ കാര്യമില്ലേ. പിന്നെ എൻ്റെ ഒരു ഫുഡ് പോളിസി അനുസരിച്ചിട്ട് കുറേ ഐറ്റംസ് ഉള്ളത് നല്ല ക്വാണ്ടിറ്റിയിൽ എനിക്ക് കഴിക്കാൻ പറ്റണം. വന്ന് ഞാൻ നല്ല തീറ്റപ്പണ്ടാറാവുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും എന്താ, ഒരു ജീവിതമല്ലേ നമുക്കുള്ളൂ ഗൈസ്. ഹെൽത്തി ഫുഡ്സിനോട് വലിയ പ്രയോറിറ്റി കൊടുക്കാണ്ടിരുന്ന എനിക്ക് എവിടെ റെഡി ആയിട്ട് ചെന്നാലും തലകറക്കം ഒരു റിവാർഡ് എന്ന പോലെ കിട്ടി തുടങ്ങിയപ്പോൾ ഐ റിയലൈസ്ഡ് ഹെൽത്തി ഫുഡ് ആൻഡ് ലൈഫ് സ്റ്റൈൽ പ്ലേസ് എ വൈറ്റൽ റോൾ ഇൻ അവർ ലൈഫ്. സോ അതുപോലെ സ്പോർട്സ് ഒക്കെ നിർത്തിയവർക്ക് അറിയാം, ദ ലൈഫ് ആഫ്റ്റർ സ്പോർട്സ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി നമ്മളുടെ മെന്റൽ ഹെൽത്ത് ആൻഡ് ഫിസിക് ചേഞ്ച് ചെയ്യും. സോ അത് നമ്മുടെ ലൈഫ് സൈക്കിളിനെ ഒരുപാട് എഫക്ട് ചെയ്യും. ഐ നോ ദാറ്റ്. സോ അത് തന്നെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലെ മോട്ടിവേഷൻ എന്ന് പറയുന്നതും. ഇന്ന് എന്ന് പറയുന്ന ദിവസം ഇന്ന് മാത്രമേ ഉണ്ടാവൂ, നാളെ എന്ന് പറയുന്ന ദിവസം വന്നുകൊണ്ടേയിരിക്കും. സോ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് എന്താണോ അത് ഇന്ന് തന്നെ ചെയ്യാം. ഇപ്രാവശ്യത്തെ ഈ ഷോപ്പിങ്ങിന് വേണ്ടി നമ്മൾ പോയത് നമ്മുടെ സ്വന്തം ചാവക്കാടുള്ള കാലിക്കറ്റ് ബസാറിലോട്ടാണ്. ആൻഡ് ഇവിടുത്തെ ഡ്രസ്സസ് എന്ന് പറയുന്നത് ഈസ് എൻ എൻഡ്ലെസ് അറേ ഓഫ് സ്റ്റണ്ണിങ് കളക്ഷൻ ഗൈസ്. അവിടെ എത്തിയപ്പോൾ വീട്ടിലെ പോരാളിയും കടയിലെ പോരാളിയും തമ്മിൽ തുണിയുടെ നീളത്തെ ചൊല്ലിയിട്ട് നല്ലൊരു തർക്കമുണ്ടായി. വീട്ടിലെ പോരാളിക്ക് 3.25 എന്ന് പറയുന്ന കണക്ക് വേണം. ആൻഡ് കടയിലെ പോരാളി പറയുന്നു 4 ഇവിടുത്തെ കണക്കെന്ന്. അത് എന്ത് കണക്കാന്ന് അറിയാണ്ട് അന്തം വിട്ട് ഞാനിങ്ങനെ നോക്കിയിട്ടുണ്ട്. അതിപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ട് മെൻസ് കളക്ഷനിൽ പോകുന്ന ആർക്കും ഈ ഒരു അനുഭവം ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് 4 മണിക്കൂർ ആ കടയിൽ നട്ടം തിരിഞ്ഞിട്ടാണ് എനിക്കൊരു ഡ്രസ്സ് കിട്ടിയത്. അവിടെ നല്ല അടിപൊളി കളക്ഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഏത് ചൂസ് ചെയ്യും എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു ഞാൻ. പിന്നെ സമയം 11 മണിയൊക്കെ ആയപ്പോഴത്തേനും എൻ്റെ വയറ് വിശന്ന് വിളിച്ചപ്പോൾ ഞാൻ ഷോപ്പിംഗ് ഒക്കെ മതിയാക്കി വീട്ടിലോട്ട് വന്നു. വീട്ടിലെത്തിയപ്പോൾ എന്നെ സ്വീകരിക്കാൻ വേണ്ടി നിന്നത് ഈ ഒരു മുതലായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ നൈറ്റ് ഫുഡും കഴിച്ചിട്ട് ഞാൻ കിടന്നുറങ്ങി. ഫുഡിനുണ്ടായിരുന്നത് നല്ല അടിപൊളി അയില ഗൈസ്. ആൻഡ് അതിൻ്റെ കൂടെ നല്ല കറി, മാങ്ങ ഇട്ട കറി, പിന്നെ ബീട്രൂട്ട് ഉപ്പേരിയും ചോറും തേങ്ങ അരച്ച് വെച്ച മീൻ കറിയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഓടി വരാം. സോ ടാറ്റാ, ബൈ ബൈ.